ഭാരതത്തിന്റെ രാഷ്ട്രീയ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്ന ശിലകളാണ് ചെറിയ പ്രാദേശിക കക്ഷികൾ. തങ്ങളുടേതായ സംസ്ഥാനത്ത് നിർണായക സാന്നിധ്യമുള്ള പ്രാദേശിക കക്ഷികൾ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്പോയിലേഴ്സായി വർക്ക് ചെയ്യും. അല്ല എങ്കിൽ ഒരു ദേശീയ പാർട്ടിയുടെ ചിറകിന്റെ ഉള്ളിൽ ഒതുങ്ങി അതത് സംസ്ഥാനത്ത് തങ്ങളുടേതായ ശക്തി വർദ്ധിപ്പിച്ച് അങ്ങനെ ദേശീയ ഭരണത്തിൽ അല്ലെങ്കിൽ നാഷണൽ ഗവേണൻസിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ച കണ്ടു. മുൻകാലങ്ങളിൽ വളരെ സജീവമായി ദേശീയ രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനങ്ങളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്ന ചില കക്ഷികളെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടു. 2024 തെരഞ്ഞെടുപ്പിൽ, അതായത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമഗ്ര ചിത്രം ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ നമ്മുടെ മുമ്പിൽ കോറിയിടുന്ന ചിത്രം വിശ്വസിക്കാമെങ്കിൽ ചില പാർട്ടികളെങ്കിലും പ്രാദേശിക പാർട്ടികളെങ്കിലും വിസ്മൃതിയിലാണ്ട് പോകാനുള്ള സാധ്യത കാണുന്നു. അത് നമുക്കൊന്ന് ഹ്രസ്വമായി പരിശോധിക്കാം. തെക്ക് നിന്ന് തുടങ്ങാം. തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണാണ്. അവിടെ MG രാമചന്ദ്രൻ തുടങ്ങിയ പാർട്ടി അണ്ണാദുരൈയുടെ പേരിലുള്ള ഒറിജിനൽ DK പിളർന്ന് DMK ഉണ്ടായി. DMKയും പിളർന്ന് AIADMK, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഏറെക്കാലം MG രാമചന്ദ്രനും അതിനുശേഷം ജയലളിതയും ഒക്കെ നയിച്ച പാർട്ടി ഇന്ന് ചിതറി നാമാവിശേഷമായി. OPS EPS വിഭാഗങ്ങളും അതുപോലെ ജയലളിതയുടെ തോഴി ശശികലയുമായി ബന്ധപ്പെട്ട TTV ദിനകരനും ഒക്കെ നയിക്കുന്ന വിഭാഗവും എന്ന് വേണ്ട പലതായി ചിതറി നിൽക്കുന്നു. ഇപ്രാവശ്യം AIADMK ഏതാണ്ട് ഒറ്റയ്ക്ക് ചെറിയ ചില കക്ഷികളുടെ സഹായത്തോടു കൂടി മത്സരിക്കുന്നു. ഒരു മുന്നണിയിലും അവർ പെടുന്നില്ല. മുൻപ് UPA മുന്നണിയിലും NDA മുന്നണിയിലും മാറി മാറി ഉണ്ടായിരുന്ന കക്ഷിയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും AIADMK ഏതാണ്ട് പൂർണ്ണമായി മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ, 13 ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അതിൽ 39 സീറ്റുകളുള്ള തമിഴ്നാടിൽ 2-3 സീറ്റുകൾ മാത്രമാണ് അതേഴ്സ്, NDA ഇതര INDA ഇതര കക്ഷികൾ എന്ന് പറയുമ്പോൾ അത് AIADMK ആണ്. അപ്പോൾ അവിടെ ആ പാർട്ടിയുടെ ഒരു ഗതി താഴേക്കാണ്. NDA മുന്നണി അവിടെ ശക്തി ആർജിക്കുന്നു എന്ന് കാണുന്നു. 2-3 സീറ്റിൽ ജയിച്ചു വരാൻ BJP നയിക്കുന്ന സഖ്യത്തിന്, ഒരുപക്ഷെ സമത്വ മക്കൾ കക്ഷി ശരത് കുമാറിന്റെ കക്ഷി ഉൾപ്പെടെ അടങ്ങുന്ന, പട്ടാളി മക്കൾ കക്ഷി ഉൾപ്പെടെ അടങ്ങുന്ന BJP നയിക്കുന്ന NDAക്ക് തമിഴ്നാട്ടിൽ ചെറിയ ഒരു നമ്പർ, 2-3 സീറ്റുകളെങ്കിലും, അത് 0-ൽ നിന്ന് തുടങ്ങണം. ഒരു പുതിയ സഖ്യമാണ്, മേജർ പാർട്ടികളൊന്നും കൂടെ ഇല്ല എന്ന് ഓർക്കണം. അവിടെ പതനത്തിലിരിക്കുന്നത് AIADMK ആണ്. AIADMKയുടെ പതനം യഥാർത്ഥത്തിൽ സഹായിക്കാൻ സാധ്യത BJP ആണ്. അതിന്റെ നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് വളരെ വലിയ ഒരു ആവേശമാണ് ജനങ്ങളിൽ വിതറുന്നത്. അതുകൊണ്ട് അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJP അവിടെ ഉയർച്ചയുടെ പാതയിലാണ്. ഒരുപക്ഷെ AIADMK ലീവ് ചെയ്യുന്ന സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ BJPക്ക് NDAക്കും കഴിയും. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു കക്ഷി വരാനിരിക്കുന്നു. വിജയ് എന്ന സിനിമാ താരം കൊണ്ടുവരുന്ന പുതിയ പാർട്ടി, അത് ഏത് വിഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്ന് കണ്ടറിയണം. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ പാർട്ടി AIADMK പതനത്തിന്റെ പാതയിലാണ്. റിവൈവ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു പതനത്തിലേക്കാണ് AIADMK പതിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടി ഒരുപക്ഷെ ജനതാദൾ സെക്യുലർ ആണ്, ദേവഗൌഡയുടെ പാർട്ടി. ദേവഗൌഡയുടെ പാർട്ടിയുമായി BJP സഖ്യത്തിലാണ്. BJP അവിടെ 22 സീറ്റുള്ള കർണാടകത്തിൽ BJP അതിന് തെക്കൻ മേഖലയിൽ മാന്ധ്യ, അതുപോലെ ഓൾഡ് മൈസൂരു, ഹാസൻ മേഖലകളിലൊക്കെയാണ് ജനതാദൾ സെക്യുലറിന്റെ JDS എന്ന സാന്നിധ്യം. പക്ഷെ ആ BJPയുടെ ചിറകിലേറി ചില സീറ്റുകളെങ്കിലും, 2 സീറ്റുകളെങ്കിലും ജയിച്ചു വരാൻ, ഒരുപക്ഷെ പ്രജ്വൽ രേവണ്ണ പോലും ജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ആ പാർട്ടി ആത്യന്തികമായി അതിന്റെ ഡിക്ലൈനാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് വേഴ്സസ് BJP എന്ന ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് കർണാടക ഭാവിയിൽ നീങ്ങിയേക്കാൻ സാധ്യതയുണ്ട്. അവിടുത്തെ മുന്നണി രാഷ്ട്രീയം ഒരുപക്ഷെ കൊളാപ്സിന്റെ പാതയിലാണ്. ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ഈ എക്സിറ്റ് പോളിൽ കാണുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അവിടെ ഒരു പ്രാദേശിക കക്ഷി വർദ്ധിത വീര്യത്തോടുകൂടി മുന്നോട്ട് വരികയും മറ്റൊരു പ്രാദേശിക കക്ഷി അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. പെർമനന്റായി അസ്തമിക്കുന്നു എന്ന് പറയാനാവില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ പ്രബലമായിരുന്ന NT രാമറാവു നയിച്ചിരുന്ന തെലുഗുദേശം പാർട്ടി, അദ്ദേഹത്തിന്റെ മരുമകൻ ചന്ദ്രബാബു നായിഡു ഇപ്പോഴും അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോളിൽ. കേവലം 3 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന തെലുഗുദേശം പാർട്ടി 2019-ൽ 2024 എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാമെങ്കിൽ തെലുഗുദേശം പാർട്ടിയും BJPയും ചേർന്ന് 25-ൽ, ആന്ധ്രയിലെ 25-ൽ
20-ലധികം സീറ്റുകൾ നേടും എന്നതാണ് നിഗമനം. അങ്ങനെയെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് YSR കോൺഗ്രസിനാണ്. നമുക്കറിയാം YS രാജശേഖർ റെഡ്ഡി എന്ന കോൺഗ്രസ് നേതാവാണ് ആന്ധ്രയിൽ കോൺഗ്രസ് പാർട്ടിയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നിന്നത്. YSRന്റെ ഭരണത്തിന് ശേഷം ജഗൻമോഹൻ റെഡ്ഡി എന്ന പ്രാദേശിക നേതാവ് ഉയർന്നു വരികയാണ്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഇടം നൽകിയില്ല. അതുകൊണ്ട് പ്രാദേശിക കക്ഷി രൂപീകരിച്ച് ആന്ധ്രയുടെ ജനഹൃദയങ്ങൾ കവർന്ന ജഗൻമോഹൻ റെഡ്ഡി ഈസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. പക്ഷെ ഞാൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അസ്തമിച്ചു എന്ന് പറയില്ല. പക്ഷേ ഭാവിയിൽ അതിന് റിവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് പാർട്ടി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ഷാർമിളയുടെ രംഗത്തിറക്കിയിരിക്കുകയാണ്. കടപ്പ മണ്ഡലത്തിൽ ഷാർമിള സ്ഥാനാർത്ഥിയുമാണ്. കോൺഗ്രസിന് അത്ഭുതങ്ങളൊന്നും കാട്ടാനാവുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നില്ല, ഞാനും അത് കരുതുന്നില്ല. ആന്ധ്രയിൽ പക്ഷേ കോൺഗ്രസ് പാർട്ടി പിടിക്കുന്ന വോട്ട്, YS ഷാർമിളയുടെ പാർട്ടി പിടിക്കുന്ന വോട്ട് തീർച്ചയായും ജഗൻമോഹൻ റെഡ്ഡിയുടെ ബേസ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന ഭരണത്തിൽ നിന്നും ജഗൻമോഹൻ റെഡ്ഡി ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പുറത്തു പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പും സമാന്തരമായി നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ YSRCP പതനത്തിന്റെ പാതയിലാണ്. 4ാമത്തെ കക്ഷി തെലങ്കാനയിലാണ്. തെലങ്കാനയിൽ വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ പാർട്ടിയാണ് തെലങ്കാന രാഷ്ട്ര സമിതി. ഒരു പ്രക്ഷോഭം നടത്തി, ചന്ദ്രശേഖർ റാവു ഒരു പ്രക്ഷോഭം നടത്തി. അതിന്റെ സന്തതി കൂടിയാണല്ലോ തെലങ്കാന എന്ന സംസ്ഥാനം. തെലുങ്ക് സംസാരിക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്, ആന്ധ്രാപ്രദേശും തെലങ്കാനയും. അപ്പൊ തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിൽ BRS ഒരു വലിയ ശക്തിയായിരുന്നു. മുൻകാലങ്ങളിൽ ഏറെ സീറ്റുകൾ നേടിയ കക്ഷി ഇപ്പോഴിതാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി. അതുപോലെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BRSന് അധികം സീറ്റുകൾ എക്സിറ്റ് പോളുകൾ നൽകുന്നില്ല. അവിടെ കോൺഗ്രസും BJPയും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കോൺഗ്രസ് സ്ഥിതി മെച്ചപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ലഭിച്ച 17-ൽ 4 സീറ്റിൽ നിന്നും ഏറെ മുന്നോട്ട് പോകും. 7, 8, ഈവൻ 9 സീറ്റ് വരെ BJPക്ക് പ്രഡിക്റ്റ് ചെയ്യുന്ന സർവേകളുണ്ട്. അതുകൊണ്ട് BJPയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റിലേക്ക് തെലങ്കാന പോകുമ്പോൾ തെലങ്കാന രാഷ്ട്ര സമിതിയുടെ ഭാവി തുലാസിലാണ്. വലിയ അംബീഷനോട് കൂടിയാണ് TRS തെലങ്കാന രാഷ്ട്ര സമിതി BRS ഭാരതീയ രാഷ്ട്ര സമിതിയായി മാറിയത്. ആ മാറ്റം ഒരുപക്ഷെ അസ്ഥാനത്തായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദേശീയ മോഹങ്ങൾ, ചന്ദ്രശേഖര റാവുവിന്റെ ദേശീയ മോഹങ്ങൾ അസ്തമിച്ച മട്ടാണ്. അദ്ദേഹം സ്വന്തം സംസ്ഥാനത്ത് പോലും ഒരു നിർണായക സാന്നിധ്യമാകുന്നില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന. 5ാം സംസ്ഥാനം, 5ാം പാർട്ടി ഒറീസയിലെ ബിജു ജനതാദളാണ്. 2 പതിറ്റാണ്ടായി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നവീൻ പട്നായിക് തന്റെ പിതാവ് ബിജു പട്നായിക്കിന്റെ പേരിലുള്ള പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവാണ്. ഒരിക്കൽ പോലും നവീൻ പട്നായിക്കിനെ പുറത്താക്കാനാവില്ല, BJDയെ പുറത്താക്കാനാവില്ല എന്ന വിശ്വാസത്തിന് മാറ്റം വന്നിരിക്കുന്നു. BJP വലിയ പ്രതീക്ഷയാണ് ആദ്യം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 2024-ൽ ഒറീസയിൽ പ്രകടിപ്പിക്കുന്നത്. ആദ്യം BJDയുമായി ഒരു സഖ്യമായാലോ എന്ന ചിന്ത BJPക്ക് ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ അണികളെ ഒരുമിച്ച് നിർത്താനും സഖ്യം ദോഷമാകും, അവിടെ മുഖ്യ പ്രതിപക്ഷമായി കോൺഗ്രസ് വളരും എന്ന ചിന്ത വന്നപ്പോൾ BJP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പും സമാന്തരമായി നടക്കുന്ന ഒറീസയിൽ എക്സിറ്റ് പോളുകൾ നൽകുന്ന ചിത്രം BJDക്ക് പരമദയനീയമായ തോൽവിയാണ്. അങ്ങനെ നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പുറകോട്ട് പോവുകയും ആദ്യമായി ഒറീസ സംസ്ഥാനത്തെ BJP അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു ചിത്രം എക്സിറ്റ് പോളുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെ 5ാമത്തെ പാർട്ടി BJD പതനത്തിന്റെ പാതയിലാണ്. അടുത്ത പാർട്ടി മമതാ ബാനർജിയുടെ പാർട്ടി പതനത്തിന്റെ പാതയിലൊന്നുമല്ല, സീറ്റുകൾ കുറയും എന്നതാണ്. പക്ഷെ ബംഗാളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഉത്തർപ്രദേശ്, ഇന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ സാമാജികരെ നൽകുന്ന ഉത്തർപ്രദേശ്, 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ ഒരു കാലത്തെ ഭരണകക്ഷിയായിരുന്നു ബഹുജൻ സമാജ് പാർട്ടി, മായാവതിയുടെ പാർട്ടി, ബെഹൻജി എന്നെല്ലാവരും ആദരവോടെ വിളിക്കുന്ന ദളിത് വോട്ട് ബാങ്ക് ഉള്ള 20% ദളിത് മഹാദളിത് വിഭാഗങ്ങളുടെ അചഞ്ചലമായ പിന്തുണ ഉത്തർപ്രദേശിൽ പരമ്പരാഗതമായി അവകാശപ്പെട്ടിരുന്ന ആ പാർട്ടി ഇന്ന് ഗതകാല പ്രതാപത്തിന്റെ ഒരു നിഴൽ മാത്രമാണ്. ആ ഒരു പാർട്ടിയുടെ വോട്ടുകളുടെ നല്ല പങ്കും എക്സിറ്റ് പോൾ റിസൾട്ട് വിശ്വസിക്കാമെങ്കിൽ അത് മറ്റ് പല പാർട്ടികൾക്കുമായിട്ട് ചെതറി അതിന്റെ വലിയൊരു ഭാഗം പോയിരിക്കുന്നത് BJPയിലേക്ക് തന്നെയാണ് എന്നാണ് നിഗമനം. BJP അവിടെ സ്ഥിതി 62-ൽ നിന്നും സ്ഥിതി മെച്ചപ്പെടുത്തുമെങ്കിൽ അത് ഈ പാർട്ടിയുടെ വോട്ടുകൂടി, മായാവതിയുടെ പാർട്ടിയുടെ വോട്ടുകൂടി ചേർത്താകും എന്ന് കരുതുന്നു. അതുകൊണ്ട് BSPയുടെ ബഹുജൻ സമാജ് പാർട്ടി, ഒരു കാലത്ത് ദേശീയ പാർട്ടിയായിട്ട് പോലും ഉയർന്നു വന്ന
ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ പോലും എന്നെങ്കിലും ഒരു ദളിത് പ്രധാനമന്ത്രി ഉണ്ടായാൽ അത് മായാവതി ആയിരിക്കും എന്ന് ചിന്തിച്ച ഒരു കാലമുണ്ട്. അതിൽ നിന്നെല്ലാം മാറി മായാവതിയുടെ രാഷ്ട്രീയ വനവാസത്തിനുള്ള സമയമായി എന്ന നിഗമനമാണ് അവിടെ ഉത്തർപ്രദേശിലെ BSPക്കുള്ളത്. BSPക്ക് ഒരു സീറ്റും സർവേകൾ പ്രൊജക്ട് ചെയ്യുന്നില്ല. അവിടെ NDAക്ക് വലിയ ഭൂരിപക്ഷവും UPA ഏതാനും സീറ്റുകൾ, UPA അല്ല INDA ഏതാനും സീറ്റുകൾ നേടും എന്നൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെ ഏതാനും സീറ്റുകൾ, ഏതാനും പാർട്ടികൾ, ഞാൻ 6 പാർട്ടികളെ കുറിച്ച് എണ്ണിപ്പറഞ്ഞു. ഇതൊക്കെ വരും കാലങ്ങളിൽ ഒരു പക്ഷേ ഈ പാർട്ടികളുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടാം. കേരളത്തിൽ PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ. അതുപോലെ കേരളത്തിൽ NDP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. SRP, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഈ പാർട്ടികളെ കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് അതത് സംസ്ഥാനങ്ങളിൽ ഞാൻ ഈ മേൽപ്പറഞ്ഞ 6 പാർട്ടികൾ വരുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചിത്രം. എക്സിറ്റ് പോളുകൾ പറയുന്നതും ഏതാണ്ട് അതേ ഡയറക്ഷനിൽ തന്നെയാണ്.